ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? പ്രിയങ്ക ഗാന്ധി. I'm very clear about it. This is wrong. എന്താണ്? വി ഡി സതീശൻ നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ള വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ കെ സി വേണു MLA-മാരുടെ അഭിപ്രായം പരിഗണിച്ച് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സെറ്റിൽമെന്റിനുമില്ല എന്ന് വി ഡി സതീശൻ കടുപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്? എന്താണ് ഒരു ഊഹം? ഉറപ്പിക്കാവോ? ചേച്ചി എന്താ ചേച്ചി, ആരായിരിക്കും അടുത്ത മുഖ്യനാര്? വി ഡി സതീശൻ തന്നെ ആകണം. അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്കും താനില്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വേണമെന്നുള്ള നിലപാടിൽ വി ഡി സതീശൻ കടുപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒന്നിനുമില്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. രമേശ് ചെന്നിത്തലായിരിക്കും, അല്ലെങ്കിൽ വി ഡി സതീശനായിരിക്കും. ആരെങ്കിലും ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? രമേശ് ചെന്നിത്തല നല്ലവനാ. എന്തോ എങ്ങനെ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? പ്രിയങ്ക ഗാന്ധി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ? ഉറപ്പിക്കാം. സതീശനും ചെന്നിത്തലൊക്കെ ഇല്ല, അവര് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. പ്രിയങ്ക ഗാന്ധി. പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷേ വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ആരായിരിക്കും? വി ഡി സതീശൻ തന്നെ വരണമെന്നാണ് എന്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നീട് ക്യാബിനറ്റിന്റെ ഭാഗമായി ഉണ്ടാകാനില്ല എന്നുള്ള നിലപാട് വി ഡി ക്യാമ്പ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. കാണാടാ, മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ മാത്രമേ ഉള്ളൂ, മറ്റേതെങ്കിലും വകുപ്പിന്റെ ചുമതല വഹിച്ച് മന്ത്രിയായിരിക്കാനില്ല എന്നുള്ള കാര്യമാണ് വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വെറും MLA ആയി മാത്രം താൻ ഇരുന്നു കൊള്ളാം എന്നുള്ള നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് ഞാൻ തെളിയിക്കും. അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനായിരിക്കും. മനസ്സിലാക്കി കളഞ്ഞല്ല ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുക, വി ഡി സതീശന് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പിന്റെ ചുമതല നൽകുക, അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കും സമാനമായി തന്നെ ഒരു മറ്റേതെങ്കിലും ഒരു പദവി, ഒന്നുകിൽ ക്യാബിനറ്റിൽ പ്രധാന ഒരു പദവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പദവി നൽകി രമേശ് ചെന്നിത്തലയെയും സെറ്റിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ള. ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല, അല്പം കളിച്ചോറും ഉണ്ടെന്ന്. കടുത്ത സമ്മർദ്ദം വി ഡി സതീശൻ ചൊലുത്തുകയാണ്. അതിനെയും ഏതു തരത്തിലാകും ഹൈക്കമാൻഡ് കണക്കിലെടുക്കുക എന്ന് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന്? വി ഡി സതീശനാണെന്നാണ് പ്രതീക്ഷ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? 3000 രൂപ വെച്ച് പെൻഷൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബസ്സിൽ സൗജന്യ യാത്ര, പിന്നെ ആശുപത്രി, ഇത് വല്ലതും പകുതിയെങ്കിലും പ്രായോഗത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അടുത്ത വർഷം അവർക്ക് തന്നെ, അടുത്ത പ്രാവശ്യം ഇവർ തന്നെയാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പിടിച്ചിരുന്നോ? ഇനിയിപ്പോ അവര് അതൊന്നും നടത്തിയില്ലെങ്കിലോ? നടത്തിയില്ലെങ്കിൽ ഇതോടുകൂടെ പോക്ക്. നമുക്ക് വേണുഗോപാൽ വന്നാൽ മതി. വേണുഗോപാൽ മതി. മറ്റേ പിന്നെ ചെന്നിത്തല അടിപൊളി മനുഷ്യനാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ചെന്നിത്തല ആയാലും കുഴപ്പമില്ല, സതീശനോ ഞങ്ങൾക്ക് പറ്റൂല. ബഹളം ഉണ്ടാക്കില്ല, അത്ര ആവശ്യം കാണിക്കും. മനസ്സ് നിറയിപ്പോ സന്തോഷ, എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അടുത്ത മുഖ്യമന്ത്രി ആയിട്ട് ആരായിരിക്കും? യു ഡി എഫ്. വി ഡി സതീശൻ. ആയിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് തോന്നുന്നത്? സതീശൻ. ഒരു കാരണവശാലും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരിക? സതീശനാവുമെന്നാണ് താല്പര്യം. നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വി ഡി സതീശൻ നല്ലൊരു വ്യക്തിയാണ്, പറഞ്ഞ വാക്ക് പാലിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പിണറായി സാഹിബിനെ പോലെയൊന്നുമല്ല, കടക്കപ്പുറത്തൊന്നുമല്ല പുള്ളി പറയുന്നത്. യോഗ്യതയുള്ള ആള് രമേശ് ചെന്നിത്തലയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ യോഗ്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ്. എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സിപ്പോഴും നിറച്ചിട്ടില്ല. നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.